ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈൽ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ചെറുതായി അരിഞ്ഞ ബീഫാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ അടിക്കണം, 4ഓ 5ഓ. അത് നമ്മുടെ ബീഫിന്റെ വേവ് അനുസരിച്ചിരിക്കും. ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ആദ്യത്തെ വിസിൽ അടിക്കണം. ബാക്കി 3 വിസിൽ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടിച്ചാൽ മതി. കുക്കറിന് 4 വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയോടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കുറച്ച് സവാള ഒന്ന് മാറ്റി വെച്ചായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയോടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സവാള ഒന്ന് മാറ്റി വെക്കുന്നത് നമ്മുടെ ഈ മസാല ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായി എരിഞ്ഞ മല്ലിയിലയും കരിയാപ്പിലയും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കറി റെഡി ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.